ദുരന്തത്തിൻ്റെ നേർചിത്രമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ശ്രുതി. ഓരോന്നായി തനിക്കൊപ്പമുള്ള എല്ലാം തന്നെ നഷ്ടപ്പെട്ട് വീഴുമ്പോഴും ചേർത്ത് പിടിക്കാൻ കേരളക്കര അവർക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അതിൻ്റെ മനോധൈര്യത്തിൽ തന്നെ ആയിരിക്കാം അവർ ഇതിനെയൊക്കെ തന്നെ അതിജീവിച്ച് ഇന്നും പുഞ്ചിരിക്കുന്ന മുഖവുമായി നമുക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. അവരുടെ ജീവിതത്തിലെ പുതിയൊരു ഏടുമായിരുന്നു ഇന്നത്തെ ദിവസം അവർക്ക് ഉണ്ടായിരുന്നത്. കാരണം എല്ലാവരും സ്വപ്നം കാണുന്നത് പോലെ സ്വന്തമായൊരു ഗവൺമെൻറ് ജോലി തന്നെ അവർക്ക് സർക്കാർ വെച്ചു നീട്ടി നൽകി എന്നത് യാഥാർത്ഥ്യം. ഇതുപോലെ സർക്കാർ ജോലികൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപക്ഷെ അതിനുള്ള അർഹത ഉണ്ടായിരുന്നിട്ടും PSC ഒക്കെ തന്നെ എഴുതി വെയിറ്റിംഗ് ലിസ്റ്റിലിരിക്കുന്ന ഒരുപാട് ആളുകൾ. അവർക്കൊക്കെ തന്നെ അർഹതപ്പെട്ട ജോലികൾ പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾക്ക് നൽകുന്നു എന്ന രീതിയിലുള്ള വിമർശനവും പൊതുവെ ഉയർന്നു കേൾക്കുന്ന ഒന്നാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും എല്ലാം ഉണ്ടായിട്ടും പെട്ടെന്നൊരു ദിവസം എല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഇതുപോലെ പകച്ചു നിൽക്കുന്ന പ്രത്യേകിച്ചും സ്ത്രീകളായിട്ടുള്ള ആളുകൾക്ക് ഇതുപോലെ ഗവൺമെൻറ് ജോലിയും അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ നോക്കി നടത്താൻ ആളുകളും ഉണ്ടാവുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവർക്ക് വീണ്ടും ജീവിക്കുവാനുള്ള പ്രതീക്ഷ തന്നെയാണ് നൽകുന്നത്. ഒരുപക്ഷെ ഇങ്ങനെയുള്ള ആളുകളെ പെട്ടെന്ന് തന്നെ ആളുകൾ ചേർത്ത് പിടിച്ചില്ല എങ്കിൽ, ഗവൺമെൻറ് അടക്കം അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ തന്നെ നൽകിയില്ല എങ്കിൽ തീർച്ചയായിട്ടും ഡിപ്രഷൻ പോലുള്ള മാരകമായ അവസ്ഥയിലൂടെ അവർ കടന്നു പോവേണ്ടി വരും. ആ സാഹചര്യങ്ങളൊക്കെയും തന്നെ ചിലപ്പോൾ എല്ലാവർക്കും തരണം ചെയ്യാൻ സാധിക്കണം എന്നില്ല. അങ്ങനെയുള്ളവർക്ക് ഭാവിയിൽ ജീവിക്കുവാനുള്ള നല്ലൊരു ജീവിത സാഹചര്യം ഒരുക്കി നൽകുക എന്നത് ഗവൺമെൻറ്റിൻ്റെയും അവിടെയുള്ള ജനങ്ങളുടെയും കേരളത്തിലെ എല്ലാ പൗരന്മാരുടെയും ബാധ്യതയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് വ്യക്തമായ രീതിയിൽ ഇവിടെ നടപ്പാക്കുക മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് ചെയ്തത്. പക്ഷെ അപ്പോഴും ഇതുപോലെ ഒറ്റപ്പെട്ടു പോയ, അതല്ലെങ്കിൽ പലതും നഷ്ടപ്പെട്ട് ഒരുപക്ഷെ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാൻ സാധിക്കാത്ത ഒരുപാട് ആളുകൾ അവിടെ തന്നെയുണ്ട്. അവരെ ഒക്കെയും തന്നെ അതിലും അപ്പുറം അവിടെ കിടപ്പാടമടക്കം എല്ലാം നഷ്ടപ്പെട്ടവരെയും ഒക്കെ തന്നെ നല്ല രീതിയിൽ ചേർത്ത് പിടിക്കുകയും അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ നൽകുകയും പ്രത്യേകിച്ചും ഗവൺമെൻറ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. പക്ഷേ ഇതുപോലെ ആരെങ്കിലും കൃത്യമായ രീതിയിൽ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയ ആളുകൾക്ക് മാത്രം അവരെ മാത്രം ഗൗനിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്തു കൊടുക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഒറ്റപ്പെട്ടു പോകുന്ന, അതല്ലെങ്കിൽ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാൻ സാധിക്കാത്ത ആളുകൾക്കിടയിലൂടെ ഇതുപോലെ നരകയാതന അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ ഗവൺമെൻറ് പരിഗണിക്കണം. പിന്നെ വെറും വോട്ടിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെയുള്ളവർക്ക് ഗവൺമെൻറ് ജോലി നൽകുകയും അവരെ ഞങ്ങൾ സംരക്ഷിച്ചില്ലേ എന്ന രീതിയിൽ അവർക്ക് വോട്ട് തേടാലോ എന്ന രീതിയിൽ ഒരുപാട് വിമർശനങ്ങളും കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇങ്ങനെയുള്ളവരെ ചേർത്ത് പിടിച്ച് ഇവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെയും തന്നെ ആ ഗവൺമെൻറ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ ആ ഗവൺമെൻറ്റിൻ്റെ ഔദാര്യമല്ല, അതൊക്കെയും തന്നെ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നവരുടെ അവകാശമാണ്. അവർക്ക് വേണ്ട രീതിയിലുള്ള പരിഗണന ഗവൺമെൻറ് നൽകുക എന്നത് അവരുടെ ഉത്തരവാദിത്വം മാത്രമാണ്. എന്തു തന്നെയായാലും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചതുപോലെ ഇനിയും ഉയരങ്ങളിലേക്കെത്താൻ നമ്മുടെ ഈ പ്രിയ സഹോദരിക്ക് സാധിക്കട്ടെ.